ഹായ് ഹലോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? കേരള വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അടുത്തത്, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൈനാമിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൈനാമിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഇറ്റ് വാസ് 5 past midnight. ഇറ്റ് വാസ് 5 past midnight. അടുത്തത്, എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്ന് NH17 ആരംഭിക്കുന്നത്, അത് അവസാനിക്കുന്നത് എവിടെ? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH17 ആരംഭിക്കുന്നത്, അത് അവസാനിക്കുന്നത് എവിടെയാണ്? പനവേൽ. അടുത്തത്, സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സർവ്വദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. അടുത്തത്, ടു സെയിൻറ്റസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അരുൺ ഷുറി. അടുത്തത്, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അടുത്തത്, കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റാഡറിൻ്റെ പേര്. കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റാഡറിൻ്റെ പേര് എന്താണ്? ദിവ്യ ചക്ഷു. അടുത്തത്, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആര്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞനാരാണ്? APJ അബ്ദുൽ കലാം. അടുത്തത്, ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. അടുത്തത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലക്. അടുത്തത്, ഇന്ത്യൻ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1965 ജനുവരി 26. അപ്പോൾ ഇന്ത്യൻ്റെ രാജ്യമാണെന്ന് പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പരിമാരി വെങ്കിട സുബ്ബറാവു. അടുത്തത്, കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടക്കൽ. അടുത്തത്, GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? 2017 ജൂലൈ 1. അടുത്തത്, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ. ഇപ്പോഴത്തെ ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്തത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. അടുത്തത്, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് ഇതിൽ നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമെന്ന് പറഞ്ഞത് ആരാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരന്തം വിവരിക്കുന്ന നാടകം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? നീലദർപ്പൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ശ്യാം ബെനാഗൽ. അടുത്തത്,
നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. കേരളസിംഹം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ? കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ കല്ലേൽ പൊക്കുടൻ. വസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം? 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഭുവനേശ്വർ. ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ബാംഗ്ലൂർ. ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? PT ഉഷ. മാറിപ്പോയതാണ്. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം എവിടെയാണ്? ഭുവനേശ്വർ ആണ്. ശരി. അപ്പോൾ 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം എവിടെയാണ്? ഭുവനേശ്വർ ആണ്. ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ്? PT ഉഷയാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം? ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി? മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി ആരാണ്? സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ആര്? കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ആരാണ്? ഷെർഷാ സൂരി. അടുത്തത്, അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷോഭ വേദാർത്ഥം. അടുത്തത്, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ട്രൈ ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതുനമ്പർ? ട്രൈ ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതുനമ്പർ ഏത്? 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ചാൾസ് മെറ്റ്കാഫ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. പ്രചന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ? പ്രചന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ശങ്കരാചാര്യ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്നാണ്? 1857. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ദാദാഭായ് നവറോജി. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്? ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര് ഏതാണ്? പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡ്. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരാണ്? സുജാത കൃപലാനി. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം? ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം? വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2000. ഭാരതരത്നം നേടിയ ആദ്യ വനിത? ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്? ഉത്തരം സി, ഉത്തര മഹാസമുദ്രം. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? കോട്ടോണോപോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൽക്കട്ട.
കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര്. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. സൂര്യോദയം. ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ടതാണ് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. സൂര്യോദയം അസ്തമയം കാണുന്ന സ്ഥലം. സൂര്യോദയം അസ്തമയം കാണാവുന്ന സ്ഥലം എവിടെയാണ്? കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? സോദി തിരുനാൾ. 1936 പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? 1936 പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലൻ. ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതാണ്? 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? എംബോള. കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ഡി, ത്വക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ. ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഡ്യൂട്ടീരിയം. ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അപ്പോൾ ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ബോക്സൈറ്റ്. ഉത്തരം ബോക്സൈറ്റ് ആണ്. അടുത്തത് ISI മാനദണ്ഡം അനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജ രൂപം ഏത്? ഗതികോർജം. ഒരു ത്രിപദിയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഒരു ത്രിപദിയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? മഞ്ഞ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0 ഡിഗ്രി. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഉത്പാദനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. പ്രതിഭാസം ഏതാണ്? ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചോറ്റൂർ ശങ്കരൻ നായർ. ചോറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്.
1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപതാകങ്ങളെ ദേശീയ ജലപതാകങ്ങളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നതാണ് ദേശീയ ജലപാത 3, അതായത് NW3. മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര്? മരണാന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഏതാണ്? സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യ നിലവിൽ വന്ന സംവിധാനം. എന്നാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. അതായത് ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ്. അടുത്തത്, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നതിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഏതാണ്? തൃതീയ മേഖല. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാമത് ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാണ്? 21A. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഏതാണ്? രാഷ്ട്രതലവന്റെ പേര്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകൾ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് വിശേഷിപ്പിക്കുന്നത് ആര്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? പാർലമെന്ററി കാര്യസമിതി. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏതാണ്? എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക ഏതാണ്? ഫൈലോറിൻ വിര, അതായത് മന്ത്. അടുത്തത്, ലോകത്തെ ഏറ്റവും മോശമായി വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും മോശമായി വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം മേഘാലയ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശം ഏതാണ്? നീല. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. മിഥ്യപ്രതിബിംബം എന്ന് വിളിക്കുന്നു. നാൻസി ഗ്രേഡ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഏതാണ്? ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിപ്പിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും?
ഉത്തരം വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന്റെ ഉദാഹരണം ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റത്തിന്റെ ഉദാഹരണം ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഏത് റേഞ്ചിലുള്ള pH മൂല്യമാണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0.7. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെങ്കി വിറ്റ്സൺ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആരാണ്? PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. ജയദേവന്റെ ഗീതഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. അടുത്തത് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലാഗണന ക്രമത്തിലാക്കുക. ഉത്തരം ബി ആണ്. ഒന്നാമത്തേത് 2 ഈഴവ മെമ്മോറിയൽ എന്നാണ് നടന്നത്? 1896 ഈഴവ മെമ്മോറിയൽ നടന്നത്. അടുത്തത് വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് നടന്നത് 1931. അടുത്തത് പാലിയം സത്യാഗ്രഹം എന്ന് നടന്നത് 1947. ഉത്തരം ബി ആണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947, ഈഴവ മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924. അടുത്തത് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചോറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കഴ്സൺ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുപാതം. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1916 SNDT എന്നാണ് കേട്ടോ. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ഏതാണ്? ചൗരി ചൗര സംഭവം. 1922 നടന്ന ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്?
ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റ് ഏതു സഭയിലാണ്? ലോകസഭയിൽ. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും സമീപിക്കാം. ഈ രണ്ട് കോടതിയെ മാത്രമേ സമീപിക്കാൻ കഴിയുള്ളൂ. മൗലികാവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ സമീപിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും. അടുത്തത് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാമത് ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ, കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവരിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവരിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ്? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സംസ്ഥാന കൗൺസിൽ അറിയപ്പെടുന്നു സ്ഥിരം സഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ്. അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2-നാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അടുത്തത് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി. സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനൊപ്പം സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ചത് ആരാണ്? VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യൻ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ്? ഉത്തരം ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. ഇദ്ദേഹത്തിന് മുമ്പ് ഡോക്ടർ S സ്വാമിനാഥൻ ആയിരുന്നു. അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർച്ച്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർച്ച് ഏതാണ്? അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർച്ച് ഏതാണ്? അഗസ്ത്യമല. പുനർഗോഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗോഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ റെയിൽവേ ലൈൻ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ. അടുത്തത് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2027 ഈ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അപ്പോൾ മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ഏതാണ്? ബ്രഹ്മപുരം. 2027 ഒളിമ്പിക്സ് സ്പോർട്സിന് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത് K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർച്ച്.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. അടുത്തത്, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണിനം ഏതാണ്? കരോവാസ് മണ്ണ്. അടുത്തത് കരോവാസ് മണ്ണാണ് കേട്ടോ. അടുത്തത്, ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ഈ പ്രദേശങ്ങൾ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത്. ഈർപ്പവാഹിയായി കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖ്യമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിന്റെ തടഞ്ഞു നിർത്തുന്നതും കാരണം ഈ പ്രദേശങ്ങൾ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. നാഗപാതി വെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം കുരുമുളക്. 55ാമത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ സി. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അടുത്തത്, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ക്വാണ്ടം ഡോട്ട്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. 67ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, മലമ്പനി രോഗകാരിയായ പ്ലാസ്മീഡിയം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത്? പ്രോട്ടോസോവ. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. അടുത്തത്, രക്തത്തിലെ കാണപ്പെടുന്ന ഫംഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. അടുത്തത്, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? എത്രയാണ്? 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേര് എന്താണ്? ലെപ്റ്റോസ്പൈറ. അടുത്തത്, ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര്? BCG. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 to 11 mg. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥരപാളി ഏതാണ്? മെനിഞ്ചസ്. മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഡായി. അമീബിക് മെനിഞ്ചോ എൻസോഫലൈറ്റിസിനും കാരണമാകുന്ന രോഗക്കാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസോഫലൈറ്റിസിനും കാരണമാകുന്ന രോഗക്കാരി ഏതാണ്? നെയ്ഗ്ലോരിയ ഫൗലേരി. ഒന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഏതാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ ആണല്ലേ. അടുത്തത് ആദിഭാഷ, അതും ചട്ടമ്പി സ്വാമികളുടെ. വേദാധികാര നിരൂപണം, അതും ചട്ടമ്പി സ്വാമികളുടേതാണ്.
ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ആത്മോപദേശ ശതകം. അപ്പോൾ ഏതാണ് ഉത്തരം? സി ആണ്. 1, 2, 3 ആണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ. ഏതാണ്? പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അടുത്തത് 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതാണ്? പൊടവര കുഞ്ഞമ്പു നായർ. അടുത്തത് കോയിത്താറ്റിൽ ചിരുകണ്ഠൻ. അടുത്തത് ആരാണ്? പള്ളിക്കൽ അബൂബക്കർ. ഉത്തരം എ ആണ്. അടുത്തത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത നോക്കാം. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ എഴുതുക എന്നതാണ്. ഏതാണ്? ഒന്നാമത്തത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. ശരിയാണല്ലേ? ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. അടുത്തത് ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ശരിയാണോ? അല്ല, തെറ്റാണ്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, ദേശീയ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അടുത്തത് എന്താ? ലോക ജനതയുടെ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. ശരിയാണല്ലേ? മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ശരിയാണ്. ഉത്തരം ഡി ആണ്. അടുത്തത് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെഴുതുക. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെഴുതുക എന്നതാണ്. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. ശരിയാണോ? അതെ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. അടുത്തത് 1961 പഴയ പാമ്പൻ പാല നിർമ്മാണം പൂർത്തിയായി. ശരിയാണോ? അല്ല, തെറ്റാണ്. 1914 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമാണ് കേട്ടോ പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ശരിയാണ്? അതെ, ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരമുണ്ട്. അതായത് 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ശരിയാണോ? അതെ, ശരിയാണ്. ഉത്തരം ഏതാണ്? ഉത്തരം സി ആണല്ലേ. 1, 3, 4 ശരി. അപ്പോൾ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 1961 1914 പഴയ പാമ്പൻ പാലത്തിന് നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട് കേട്ടോ. അടുത്തത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് സിന്ധു നദി ഞംചാമ്പർവയെ കീറിമുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത് യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയാണോ? അതെ, ശരിയാണ്. അടുത്തത് കോസി ബീഹാറിന് ദുഃഖം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. ഉത്തരം ബി ആണ്. 2, 3, 4 ശരിയാണ്. സിന്ധു നദി ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾക്ക് സമീപമുള്ള മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് ലഡാക്കിലൂടെ പാകിസ്ഥാനിലൂടെയും ഒഴുകുന്ന സിന്ധു നദിയാണ് കേട്ടോ. ഹിമാലയൻ പർവ്വതനിരകളിൽ മനോഹരമായ ആഴമേറിയ താഴ്വരകൾ രൂപപ്പെടുത്തിയാണ് ഒഴുകുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അടുത്തത് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ. ശരിയാണല്ലേ. അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ. ശരിയാണല്ലേ. ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. ശരിയാണല്ലേ. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം
ടൊർണാഡോ ശരിയാണോ? അല്ല, തെറ്റാണ്. ഇവിടെ ഏതാണ് ശരി? 1, 2, 3 ശരിയാണ്. ഉത്തരം സി ആണ് കേട്ടോ. 1, 2, 3 ശരിയാണ്. അതായത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ഏതാണ്? വില്ലി വീലീസ് ആണ് കേട്ടോ. വില്ലി വീലീസ് ആണ് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. ഏതാണ്? വില്ലി വീലീസ് ആണ് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. നമുക്കൊന്നുകൂടി പറയാം. ഇന്ത്യൻ മഹാസമുദ്രം ഏതാണ്? സൈക്ലോൺ. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കെയിൻ. ചൈനക്കടൽ, പസഫിക് സമുദ്രം, ടൈഫൂൺ. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ഏതാണ്? വില്ലി വീലീസ്. അടുത്തത്, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. ഏതാണ്? കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാട് ചോല നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാട് ചോല നാഷണൽ പാർക്കാണ്. ഏറ്റവും വലുത് ഏതാണ്? ഇരവിക്കുളം. ഇരവിക്കുളമാണ്. കേരളത്തിലെ ഏറ്റവും വലുത് ഇരവിക്കുളമാണ്. ഇടുക്കിയിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാട് ചോല നാഷണൽ പാർക്കാണ്. ഏറ്റവും വലുത് ഏതാണ്? ഇരവിക്കുളം ആണ് കേട്ടോ. ഏറ്റവും വലുത് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. അടുത്തത്, ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? നേർത്ത ചെരിവ്. അടുത്തത്, നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത്. എന്താണ്? തെരപ്പിയാണ് ധനനയം. അടുത്തത്, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്. വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഏതാണ്? ദേശീയ കാർഷിക ഗ്രാമീണ ബാങ്ക്, വികസന ബാങ്ക് കേട്ടോ. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. അടുത്തത്, നീതി ആയോഗിന്റെ സാമ്പത്തികാരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിന്റെ സാമ്പത്തികാരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് അല്ലേ. നീതി ആയോഗ് എന്ന നിലവിൽ വന്നത് 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്താണ്? 1951-56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1951-56 വരെയാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്നാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിൽ റോളിംഗ് നടപ്പിലാക്കിയത് 1968-1970 കാലയളവിലാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഇന്ത്യയിൽ റോളിംഗ് നടപ്പിലാക്കിയതെന്നാണ്? 1978-1980. അതായത് 1978-1980 കാലയളവിലാണ് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 2007-2012. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചത് ഏതാണ്? ഉത്തരം സി ആണ് കേട്ടോ. തെറ്റായത് ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് എന്നാണ്? 1968-70 കാലയളവിലല്ല, 1978-80 കാലയളവിലാണ്. അടുത്തത്, 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധ്യാന കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? എത്ര? 100. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളും പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചെറുത് ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങളും അവിടെ ആശയങ്ങളും തന്നതിന് ചേരുംപടി ചെറുക്കുക എന്നതാണ്. നമുക്ക് നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ് കടമെടുത്തത്? അതെ, ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ്?
സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തത്. അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ. ഒന്നുകൂടി പറയാം, നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഉത്തരം സി ആണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദിച്ചത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ്, ഫ്രാൻസിൽ നിന്നല്ല. അപ്പോൾ ഇത് തെറ്റാണല്ലേ. അടുത്ത് നോക്കാം. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയുടെ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ശരിയാണല്ലേ. അപ്പോൾ 1978 44ാം ഭരണഘടനാ ഭേദഗതിയുടെ സ്വത്തവകാശ മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇത് ശരിയാണ്. എന്നിട്ട് അത് ഒരു നിയമപരമായ അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 300 രൂപത്തിൽ നിയമപരമായ അവകാശമാക്കി മാറ്റി. നിലവിൽ ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അപ്പോൾ ഇതിൽ 2 മാത്രമാണ് ശരി. അപ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 to 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളോ ആർട്ടിക്കിൾ 29, 30 ആണ്. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. ഭരണഘടനാപരം പരിഹാരങ്ങളുടെ അവകാശം ആർട്ടിക്കിൾ 32 ആണ്. അതായത് തുടക്കത്തിൽ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ 1978 44ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം എടുത്തു കളഞ്ഞില്ല. അങ്ങനെ ഇപ്പോൾ 6 മൗലികാവകാശങ്ങൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്ത നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പറ്റിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ. ഒന്നാമത് 42ാമത് ഭേദഗതി ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. ഭരണഘടന ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന ആശയം ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി ഏതാണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 86ാമത് ഭേദഗതി ഏതാണ്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതിയോ പഞ്ചായത്ത് രാജാണ് അല്ലേ. പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52ാമത് ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം. ഒന്നുകൂടി പറയാം. 42ാമത് ഭേദഗതി ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതിയോ നിർബന്ധിതവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് 86ാമത് ഭേദഗതി. 73ാമതോ പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. അടുത്തത് 52ാമത് ഭേദഗതി ഏതാണ്? കൂറുമാറ്റ നിരോധനം ഭേദഗതിയാണ്. ഉത്തരം ബി ആണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ശരിയാണല്ലേ. രാജ്യത്തിനു മുഴുവനും ബാധകമായ ഏകീകൃത സിവിൽ നിയമസംഹിത. ശരിയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ശരിയാണ്. അയിത്ത നിർമ്മാർജ്ജനം ഉൾപ്പെടുക? ഇല്ല. അപ്പം അയിത്ത നിർമ്മാർജ്ജനമാണ് കേട്ടോ. താഴെ പറയുന്നതിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റ് തലവൻ പ്രധാനമന്ത്രിയുമാണ്. ശരിയാണല്ലേ. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാക്കുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ശരിയാണല്ലേ. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിൽ മൊത്തം അംഗങ്ങൾ 20% കൂടാൻ പാടില്ല. ശരിയാണോ? അല്ല, തെറ്റാണ്. ഉത്തരം എ ആണ്. 1ഉം 2ഉം മാത്രമാണ്. 15% കൂടാൻ പാടില്ല എന്നാണ് 2003
2003 ഭരണഘടന 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിൽ മൊത്തം അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്നതാണ്. അടുത്തത്, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? വനം ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഏതാണ്? സംസ്ഥാനങ്ങൾ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണല്ലേ? സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഈ വ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത്, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടന 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണല്ലേ? അടുത്തത്, ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. അടുത്തത്, കേരളത്തിലെ 3 അക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് എന്താണ്? വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? കണ്ടെത്തുക. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജുവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഭരണഘടനയെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ശരിയാണല്ലേ? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിയകരും അതാത് വാർഡിൻ്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. ശരിയാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളും 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ശരിയാണല്ലേ? ഉത്തരം ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അടുത്തത്, മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? യോദ്ധാവ്. അടുത്തത്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് എന്താണ്? സിറോഫ്താൽമിയ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ്. അടുത്തത്, മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചുവടെ പ്രസ്താവന ലഭിച്ചത്. പ്രായപൂർത്തി മനുഷ്യശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ശരിയാണല്ലേ? പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. ശരിയാണ്. മനുഷ്യ തലയോട്ടിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ശരിയാണോ? അല്ല, തെറ്റാണ്. 22 അസ്ഥികളാണ് കേട്ടോ. മനുഷ്യരിൽ മാത്രമായിട്ട് 22 അസ്ഥികളാണ്. ഉത്തരം ബി ആണ്. ശരി കേട്ടോ. അത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ തലയോട്ടിൽ സാധാരണയായിട്ട് 22 അസ്ഥികളാണുള്ളത്. അതിൽ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന 8 ക്രോനിയൽ അസ്ഥികളും മുഖത്തിൻ്റെ ഘടന രൂപപ്പെടുത്തുന്ന 14 മുഖ്യ അസ്ഥികളുമാണ് ഉൾപ്പെടുന്നത്. അത് ചില സന്ദർഭങ്ങളിൽ മധ്യചെവിയിലെ 6 അസ്ഥികളും നാവിനെ താങ്ങുന്ന ഹയോയിഡ് അസ്ഥിയും ചേർത്ത് ആകെ 29 അസ്ഥികളുണ്ട് എന്നും കാണാറുണ്ട് കേട്ടോ. 2 രീതിയിൽ പറഞ്ഞത് 22ഉം 29 ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്, അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തെ കണ്ടെത്തിയ ഹോമനോലഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏതു ഗുഹയിൽ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏതു ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് ഏതാണ്? F3, F1, F2. അടുത്തത്, ഒരു പ്രൊജക്റ്റിലിന്റെ പാറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക എന്നതാണ്. G = 10 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. എത്രയാണ്? 5 മീറ്ററാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഗുരുത്വാകർഷണം മൂലം ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? താഴെ പറയുന്നതിൽ ഗുരുത്വാകർഷണം മൂലം ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ എന്നതാണ്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ശരിയാണല്ലേ? ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. തെറ്റാണല്ലേ? കുറഞ്ഞു വരുന്നു എന്നതാണ് കേട്ടോ. കുറഞ്ഞു വരുന്നു എന്നതാണ്. അതായത് ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഭൗമോപരിതലത്തിൽ നിന്നും ആഴത്തിലേക്ക് പോകുന്നതും ജിയുടെ മൂല്യം കൂടി വരുന്നതാണ്. അല്ല, തെറ്റാണ്. കുറഞ്ഞു വരുന്നു എന്നതാണ്. ധ്രുവങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ശരിയാണല്ലേ? ധ്രുവങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ശരിയാണ്. ഉത്തരം സി ആണ്. 1, 3 മാത്രമാണ് ശരി കേട്ടോ. അടുത്തത്, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡേക്കിന് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡേക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡേക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡേക്കിംഗ് വഴി സ്പേസ് ഡസ് SDX-01 and SDS-02 കേട്ടോ. അടുത്തത്, ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. അതായത് ട്രാൻസ് യുറേനിയം മൂലകം ഏതാണ് എന്നതാണ് ചോദിച്ചത്. ഏതാണ്? ഫെർമിയമാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ അമോണിയ എന്ന ശബ്ദത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയ എന്ന പ്രസ്താവനത്തിൽ ശരിയായവ കണ്ടെത്തുന്നത് ഏതാണ്? അമോണിയ തന്മാത്ര ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് കേട്ടോ. ഉത്തരം ബി ആണ്. 1, 2 മാത്രമാണ് ശരി. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഏത് വാതക നിയമത്തെയാണ്? ഗെ-ലൂസാക്ക് നിയമം. അടുത്തത്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഏതാണ്? എസ്. താഴെ പറയുന്നതിൽ 2024 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ആരാണ്? താഴെ പറയുന്നവരിൽ 2024 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ആരാണ്? ഹർമൻ പ്രീത് സിംഗ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകാലത്ത് അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു കേട്ടോ. വേദാധികാര നിരൂപണം ആരുടേതാന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമിയുടേതാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം. ആദ്യമാണ് ചട്ടമ്പി സ്വാമികളുടേതാണ്. അതായത് മാർ കുര്യാക്കോസിന്റെ ഏതൊക്കെ ചൗരമായി ബന്ധിച്ച ശരിയ പ്രസ്താവന ഏതാണ്? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകാലത്ത് അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. വേദാധികാര നിരൂപണം ആരുടേതാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ. ഉത്തരം ബി ആണ് കേട്ടോ. 1, 2 മാത്രം ശരി. ഇരയിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവർ ഏതാണ്? കീചകവധം, ഉത്തരാസ്വയംവരം കേട്ടോ. 49 സി ആണ്. അടുത്തത്, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സിപ്പിവാക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? ഭീകരവാദികൾ. അടുത്തത്, അപകടകാരികൾ തടവുകാർ, തീവ്രവാദികൾ കേട്ടോ. ഉത്തരം ബി ആണ്. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ്? ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. അടുത്തത്, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നതാണ് ശരിയല്ലാത്തത്.
അങ്ങനെ എല്ലാവർക്കും പരോൾ ലഭിക്കില്ല. അടുത്തത് തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളും പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? വെൽഫെയർ ഓഫീസർ. അടുത്തത് 2014 കേരള പ്രിസൺസുകളും സംശുദ്ധീകരണം സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ്? പോലീസ് DGP. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായത് ഏതാണ്? തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളുമായി തടവുകാർക്ക് കൂടുതലാണ്. ശരിയാണ്. പിന്നെ തടവുകാർ ആർജിക്കുന്ന വേതനം മുഴുവനും കുടുംബത്തിന് അയച്ചു കൊടുക്കാൻ കഴിയും. ശരിയാണോ? അല്ല, തെറ്റാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്കും അർഹത ഉണ്ടായിരിക്കും. ശരിയാണ്. ഉത്തരം C ആണ്. 1, 3 മാത്രം ശരിയാണ്. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നേരിട്ടുള്ളതിൽ വരാത്തത്, ബാക്കിയൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ വരുന്നതാണ്. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പെടും. ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തി പെടും. കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാന ജില്ലാ ജഡ്ജി പെടും. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിക്ക് പെടില്ല. അംഗങ്ങളിൽ പെടാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയാണ്. അടുത്തത് ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത് തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിങ്ങിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെ നിയമനം ഗവർണർ നടത്തുന്ന ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? എത്ര സമയത്തിന് മറുപടി നൽകേണ്ടത്? 48 മണിക്കൂറിനുള്ളിൽ. 92ാമത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് വിവരാവകാശം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? എത്രാമത്തെയാണ്? 19ാമത്തെ. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? എത്ര രൂപയാണ്? ഉത്തരം 25,000. അടുത്തത് വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതാണ്? 95ാമത്തത്. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്തെയും മറ്റു സൈനികരെയും ബാധിക്കുന്നവ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം അറസ്റ്റിനെയും പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം. ഉത്തരം C ആണ് കേട്ടോ. അടുത്തത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ നിഗമഡ് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്തതാണ്? ഏതൊക്കെയാണ്? ഈഗോ, സൂപ്പർ ഈഗോ. അടുത്തത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ആരോഗ്യകരമായ മനസ്സോന്തന രീതി ഏതാണ്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. അടുത്തത് അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളും ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിഞ്ഞത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. അടുത്തത് ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ്? പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് പിന്നെ ഭാവിയിൽ സംഭവിക്കുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഉത്തരം B ആണ്. അടുത്തത് ഹോവാർഡ്
ഗാർട്ടനിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്.